സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. പത്മപത്രവിശാലാക്ഷേ സൃഷ്ടിഭൂതേ സനാതനി ഗുണാശ്രയേ ഗുണമയേ നിത്യം ദേവി നാരായണീ നമോസ്തുതേ. ഓം നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ ദേവി നാരായണീ നമോസ്തുതേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ ദേവി 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 ഹരേ ഹരേ, ഹരേ മായ 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 ഹരേ ഹരേ. 51 അക്ഷരാളി കരുതതനുള്ളതേ വേദമാകുന്ന ശാഖേ കൊമ്പത്തൻ പൊടുപൂക്കും കുസുമതീരേന്തും പുതേൻ കുഴമ്പേ ചെമ്പൊൽത്താർ ബാണടംബ പ്രശമന സുഹൃതോ പത്തലക്ഷ്മി സമ്പത്തേ കുമ്പിടുന്നേൻ കടലിണ വലയാധീശ്വരി വിശ്വനാഥേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ ദേവി 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 ഹരേ ഹരേ, ഹരേ മായ 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 ഹരേ ഹരേ, മായ ഹരേ ഹരേ, മായ ഹരേ ഹരേ. അപ്പം സന്തോഷത്തോടുകൂടി പ്രേമത്തോടുകൂടി ആനന്ദത്തോടുകൂടി നമ്മൾ ഒരു ദിവസം മുന്നിലേക്ക് പോകുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും സന്തോഷമെന്ന് പറയുന്നത് ലളിതാ സഹസ്രനാമത്തിൻ്റെ പ്രധാന 3 പടികളെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയാണ് ആ പടികൾ? പറയൂ, ഏതൊക്കെയാണ് ആ പടികൾ? ക്ലാസ്സിലെ കുട്ടികൾക്ക് റിവിഷൻ ചോദിക്കുന്നത് പോലെ ആധ്യാത്മികമായിട്ടും അതങ്ങനെ തന്നെ ഉണ്ടായില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ നേരം ഇവിടെ ഇരിക്കാം, ഒന്നും മനസ്സിലാവാതെ തിരിച്ചു പോവാം എന്ന് പറയുന്ന ഒരവസ്ഥയായിരിക്കും. അപ്പോൾ അത് ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ് എന്താണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നടത്തിയത്, എന്തിനെക്കുറിച്ചായിരുന്നു, പരാപരയുടെ ഏത് രൂപത്തെക്കുറിച്ചായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത്. സത്സംഗം തുടങ്ങിയപ്പോൾ തന്നെ ഇന്നലത്തെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം സാർ പറയാൻ മറന്നു പോകരുത് എന്ന് തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വളരെ സന്തോഷം. ഞാൻ ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞിട്ട്, അതായത് ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ അല്ലേ? വിഷ്ണു സഹസ്രനാമത്തിലെ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വിഷ്ണു സഹസ്രനാമത്തിൽ നമ്മൾ വരുന്ന ഈ നാമം ശരിക്കും ഗണപതി പൂജയ്ക്ക് ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇല്ലേ? നമ്മൾ വന്ദന ശ്ലോകങ്ങളുടെ കൂട്ടത്തിലാണ്, വിഷ്ണു സഹസ്രനാമത്തിൽ വന്ദന ശ്ലോകങ്ങളുടെ കൂട്ടത്തിലാണ് നമ്മളിത് സാധാരണ പറയുക. ഏതാ? ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ അല്ലേ? ശുക്ലവർണമായ വസ്ത്രം ധരിച്ചവനും സർവവ്യാപിയും ചന്ദ്രന്റെ നിറമുള്ളവനും 4 തൃക്കൈകളോടും കൂടിയ പ്രസന്ന മുഖത്തോടു കൂടിയവനുമായ ഗണപതിയെ സർവവിഘ്നങ്ങളുടെ ഉപശാന്തിക്കായി കൊണ്ട് ധ്യാനിക്കണമെന്ന് സ്കന്ദപുരാണത്തിൽ ബ്രഹ്മഖണ്ഡത്തിൽ നിന്ന് എടുത്ത ഈ ശ്ലോകം പറയുന്നു അല്ലേ? അപ്പം നമ്മൾ പലപ്പോഴും അത് വിഷ്ണുവിനെ കുറിച്ച് അങ്ങനെയും വിരോധമൊന്നുമില്ല ഇല്ലേ? അങ്ങനെ ഗണപതിയെക്കുറിച്ച് എങ്ങനെ അത് വ്യാഖ്യാനിക്കണമെന്നുള്ള ചോദ്യം വന്നതുകൊണ്ട് അതിനൊരു ഉത്തരം പറയാമെന്ന് കരുതി ഇല്ലേ? ഓം. അപ്പോൾ അതിനുള്ള ഉത്തരം പറഞ്ഞിട്ട് നമ്മുടെ ലളിതാ സഹസ്രനാമത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോയാൽ മതിയോ? ശരി. ഓം. ഈ പറഞ്ഞ ശ്ലോകം സ്കന്ദപുരാണത്തിലെ ബ്രഹ്മഖണ്ഡത്തിൽ നിന്നെടുത്ത ഈ ശ്ലോകം വന്ദന ശ്ലോകങ്ങളുടെ കൂട്ടത്തിൽ പ്രഥമകരണീയമാണ്, അതിന് സംശയമൊന്നുമില്ല. ഇത് അപ്പോൾ ചോദിക്കുന്നത് വിഷ്ണു സഹസ്രനാമത്തിൽ ഇത് എടുത്തിട്ടുള്ളത് സ്കന്ദപുരാണത്തിൽ നിന്നാണ്, സ്കന്ദപുരാണത്തിൻ്റെ ബ്രഹ്മഖണ്ഡത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അവിടെ ഫോൺ അടിക്കുന്നുണ്ടോ? ആണ് എടുത്തിട്ടുള്ളത്. ഓം ശുക്ലാംബരധരം വിഷ്ണു
ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. നമുക്ക് ലളിത സഹസ്രനാമമാണ്, ലളിതയാണ് ഇല്ലേ നമ്മുടെ ഏരിയ. നമുക്ക് അതിലേക്ക് തന്നെ പോകാം. സംശയം ഇങ്ങനെ വന്നതുകൊണ്ട് ഇതെങ്ങനെ ഗണപതി പൂജയ്ക്ക് എടുക്കുന്നു എന്നുള്ള സംശയം വന്നതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഈ ഒരു ശ്ലോകം പറയാം ഇല്ലേ. ശുക്ലാംബരധരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പരത്തിന് വസ്ത്രം എന്നൊരു അർത്ഥമുണ്ട് ഇല്ലേ. ധരം ധരിക്കുന്നത്, വെളുത്ത വസ്ത്രം ധരിച്ചിട്ടുള്ളവനെ. ശശിവർണം, ശശി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ചന്ദ്രൻ. ശശിവർണം, ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖത്തോടു കൂടിയവനെ. പ്രസന്നവദനം, സന്തോഷത്തോടു കൂടിയിരിക്കുന്ന പ്രസന്നമായ വദനത്തോട്, വദനം മുഖത്തോടു കൂടിയവനെ. വിഷ്ണു, വിഷ്ണുവിനെ ഇല്ലേ. സർവവിഘ്നോപശാന്തയെ, സർവവിഘ്നങ്ങളുടെയും ഉപശാന്തിക്കായി. സർവവിഘ്നോപശാന്തയെ, സർവവിഘ്ന ഉപശാന്തയെ, ഉപശാന്തിക്കായി. ധ്യായേത്, ധ്യാനിക്കണം എന്നൊരു സാമാന്യാർത്ഥം പറയാം അല്ലേ. ചോദ്യം എന്തായിരുന്നു? പഠിതാവിൻ്റെ ചോദ്യം ഗണേശന് ഇതെങ്ങനെ ബാധകമാവുമെന്നാണ് ഇല്ലേ. ഇനി അവിടെ നോക്കിക്കൊള്ളൂ. ഈ വെളുത്ത ബ്രഹ്മാണ്ഡ പുരാണത്തിൻ്റെ ഉത്തരഖണ്ഡത്തിൽ ലളിതാദേവിയുടെ അവതാരങ്ങൾ, പൂജാവിധികൾ എന്നിവ ഉൾക്കൊള്ളുന്ന ലളിത ഉപാഖ്യാനം നമ്മൾ ആരംഭിക്കുമ്പോൾ, അതായത് എവിടെയാണ്? ബ്രഹ്മാണ്ഡ പുരാണത്തിൻ്റെ ഉത്തരഖണ്ഡത്തിൽ. എവിടെ? ഏതാണ് ആ പുരാണം? ബ്രഹ്മാണ്ഡ പുരാണം. ഏത് ഖണ്ഡം അല്ലേ? പൂർവഖണ്ഡമാണോ ഉത്തരഖണ്ഡമാണോ? ഏത് ഖണ്ഡം? ഉത്തരഖണ്ഡത്തിൽ ലളിതാദേവിയുടെ അവതാരങ്ങൾ, പൂജാവിധികൾ. ലളിതാദേവിയുടെ അവതാരങ്ങൾ, പൂജാവിധികൾ ഇവയൊക്കെ ഉൾക്കൊള്ളുന്ന ലളിത ഉപാഖ്യാനം ആരംഭിക്കുമ്പോൾ ആദ്യത്തെ 2 ശ്ലോകങ്ങളെ കൊണ്ട് ഇഷ്ടദേവതാസ്തുതിയും ആശീർവാദവും കഥാസൂചനയും നിർവഹിക്കുന്നു അല്ലേ. ഇതിപ്പോൾ ലളിത ഉപാഖ്യാനത്തിനകത്തും ഇത് തന്നെയാണ് തുടക്കം. നമ്മൾ വന്ദന ശ്ലോകങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ വന്ദന ശ്ലോകങ്ങൾ ശുക്ലാംബരധരം എന്ന് പറയുന്നത് പോലെ ലളിത ഉപാഖ്യാനത്തിൻ്റെ ഈ ഭാഗം എടുക്കുമ്പോഴും ഇത് തന്നെയാണ് വന്ദന ശ്ലോകം. അവിടെ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്മൾ പറയുന്ന ഈ ശ്ലോകം, ശുക്ലാംബരധരം വിഷ്ണു എന്ന് പറയുന്ന ശ്ലോകം വിഷ്ണുസ്തുതിയായി വ്യാഖ്യാനിക്കത്തക്ക തരത്തിലാണ് നമ്മൾ സാധാരണ അന്വയിക്കാറുള്ളത്. വിഷ്ണു സഹസ്രനാമം പഠിപ്പിക്കുമ്പോഴോ ഒക്കെ നമ്മൾ അന്വയിക്കാറുള്ളത് എന്താണ്? വിഷ്ണുപ്രീതിക്കായിക്കൊണ്ട് അല്ലെങ്കിൽ വിഷ്ണുസ്തുതിയായിട്ട് എന്നാണ് നമ്മൾ അന്വയിക്കാറുള്ളത്. വെളുത്ത വസ്ത്രം ധരിച്ച വെണ്ടിങ്കളിൻ്റെ അഴകാർന്ന ചതുർഭുജനായ വിഷ്ണുവിനെ സർവവിഘ്ന ഉപശാന്തിക്കായി ധ്യാനിക്കണം എന്ന് നമ്മൾ അന്വയിക്കാറുമുണ്ട് ഇല്ലേ. ശരി, എന്നാൽ കേട്ടോളൂ. പക്ഷേ പുരാണ പ്രസിദ്ധമായ നമ്മൾ പറയുന്ന ആ വിഷ്ണു രൂപത്തിന് ഇല്ലേ, ശശിവർണം എന്നതിനേക്കാളുപരി ആചാര്യസ്വാമികൾ പറഞ്ഞു വയ്ക്കുന്നു, കാർമേഘത്തിൻ്റെ നിറമെന്ന കാർവർണവും പീതവസ്ത്രവും ശംഖചക്ര ഗതയുമൊക്കെ ധരിച്ചാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നു ഇല്ലേ. പീതാംബരം കരവിരാജിത ശംഖചക്രം ഇല്ലേ എന്ന് പറഞ്ഞു വയ്ക്കുന്നു. ഈ ശ്ലോകത്തിൽ കാണുന്ന വർണ്ണഭേദം സങ്കല്പത്തിലുള്ള വ്യത്യാസമെന്നോ യുഗധർമ്മത്തിലുള്ളതോ നോക്ക് കരുതാം. ത്രിമൂർത്തികളിൽ സ്ഥിതികാരകനാണ് വിഷ്ണു. സ്ഥിതികാരകൻ വിഘ്നോപശാന്തിക്ക് അധികാരിയുമാണെന്നുള്ളതിൽ സംശയമേ വേണ്ട അല്ലേ. പറഞ്ഞു വരുമ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ശരി, എങ്കിലും വിഘ്നേശ്വരനെ പ്രസാദിപ്പിച്ചുകൊണ്ട്, അതിപ്പോൾ നമ്മൾ ലളിതോപാഖ്യാനത്തിലും ഇത് സ്തുതിയായി, ഇഷ്ടദേവതാ സ്തുതിയായി, ഗണേശ ഇതായി വന്നതുകൊണ്ട് ഞാനത് സന്ദർഭവശാൽ പറയുന്നു എന്നുള്ളതാണ്. പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാത്തിലും വിഘ്നേശ്വരനെ പതിവുള്ളതാണ്. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം എന്നീ പദങ്ങളെ പ്രസന്നവദനം എന്ന പദത്തിൻ്റെ വിശേഷണങ്ങളായിട്ട് എടുത്താൽ മതി അല്ലേ. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം എന്നീ പദങ്ങളെ പ്രസന്നവദനം എന്ന പദത്തിൻ്റെ വിശേഷണങ്ങളായിട്ട് എടുത്താൽ ഇല്ലേ, സംഗതി ശരിയായി. പ്രസന്ന ശബ്ദത്തിന്, ഈ പ്രസന്ന എന്ന് പറയുന്ന ശബ്ദത്തിന് ആന എന്നൊരർത്ഥം കൂടിയുണ്ട്. പ്രസന്നവദനം, ആനയുടെ വദനത്തോടു കൂടിയത് എന്നും അർത്ഥം നമുക്ക് പറയാം. അപ്പോൾ പ്രസന്നവദനം അല്ലെ, ആനയുടെ മുഖത്തോടു കൂടിയത് എന്നും നമുക്ക് പറയാം. പ്രസന്നവദനൻ ഗജാനനായ ഗണേശനെ കുറിക്കും. ഈ പക്ഷത്തിൽ വിഷ്ണു എന്ന പദത്തിന് വ്യാപനശീലം എന്നർത്ഥം പറഞ്ഞാൽ മതി. അവിടെ നമ്മൾ ഇത് ഗണേശ പൂജയ്ക്ക് എടുക്കുമ്പോൾ തന്ത്രത്തിലൊക്കെ നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഗണേശ പൂജയ്ക്ക് നമ്മൾ ഈ നാമം എടുക്കുമ്പോൾ പലരും കണ്ടുകൊണ്ടിരിക്കുന്നവർ പലരും ചോദിക്കാറുണ്ട്, സാറേ ഇത് നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ വന്ദന ശ്ലോകമല്ലേ? ആണ്.
അപ്പോൾ ഇതെങ്ങനെ ഗണേശ ഇതാവും? അവിടെയാണ് നമ്മുടെ ഭാവബലം, ജ്ഞാനം, ഭാവബലം എന്നൊക്കെ നമുക്ക് പറയാമെന്നുള്ള ഇവിടെ എന്ത് പറയുന്നത്? ആദ്യം പറഞ്ഞതൊക്കെ ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം എന്നീ പദങ്ങളൊക്കെ പ്രസന്നവദനം എന്ന് പറയുന്നതിൻ്റെ വിശേഷണങ്ങളായി കണ്ടാൽ ഗജമുഖനായി. അല്ലേ? എത്ര പെട്ടെന്നാണ് മാറിയത് അല്ലേ? അതേ ഉള്ളൂ ഇല്ലേ? ഈ പക്ഷത്തിന് വിഷ്ണു വ്യാപനശീലൻ, വെളുത്ത വസ്ത്രം ധരിച്ചവനും സർവവ്യാപിയും വെൺതിങ്കളിനെ പോലെ അഴകാർന്നവനും 4 തൃക്കൈകളുമുള്ള പ്രസന്നവദനായ ഗജമുഖനെ, വിഘ്നേശനെ ഞാൻ സകല വിഘ്നങ്ങളുടെയും ഉപശാന്തിക്കായി കൊണ്ട് ധ്യാനിക്കുന്നു. അല്ലേ? ഗണേശപുരാണം കൈയെത്തുന്ന ദൂരത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ. കാരണം ഗണേശപുരാണം കൂടി എടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം കുറച്ചുകൂടി അങ്ങ് ക്ലിയർ ആയിട്ടൊക്കെ പറഞ്ഞു തരാം. ഓം ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ. അപ്പം അപ്പോൾ അവിടെ പറഞ്ഞു, ഇവിടെ ഈ ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം 4 കൈകൾ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായ ഒരു സംശയം വരാം, 4 കൈകളുള്ള ഏത് ഗണപതി രൂപമാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ള നമുക്ക് പുരാണത്തിൽ പറഞ്ഞിട്ടുള്ള ഗണപതികളെ എടുക്കണം. 4 കൈകളോട് കൂടിയ ഗണപതി ആര്? ചതുർഭുജൻ. 4 കൈകളോട് കൂടിയ ഗണപതി ആര്? ഗണപതി ഇതെടുക്കുമ്പോഴേക്കും ബാലഗണപതി 4 കൈകളോട് കൂടിയവനാണ്. കരസ്തകദലീചൂത പനസേക്ഷുകമോദകം ബാലസൂര്യാമിമം വന്ദേ ദേവം ബാലഗണാധിപം. കരസ്തകദലീചൂത പനസേക്ഷുമോദകം 4 കൈകളിൽ കദളിപ്പഴം, മാങ്ങ, ചക്ക, കരിമ്പ്, തുമ്പിക്കൈയിൽ മോദകം എന്നിങ്ങനെയുള്ള ബാലഗണപതിയെ. അപ്പോൾ അവിടെ വ്യാഖ്യാനത്തിൽ ഈ ഒരൊറ്റ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ വന്നു. അപ്പോൾ അത് പൂജയ്ക്കിരിക്കുന്ന ആചാര്യൻ്റെ ധർമ്മമാണ്, മനോധർമ്മമാണ്. അവിടെ ബാലഗണപതിയാണോ? ബാലഗണപതിയാണെങ്കിൽ എന്ത് കാര്യം? ബാലഗണപതിയാണെങ്കിൽ ഉദ്ദിഷ്ടകാര്യ ഫലസിദ്ധിയാണ് ബാലഗണപതിക്ക് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അതുപോലെ ചതുർഭുജനാണെങ്കിലോ, തരുണഗണപതി ആണെങ്കിൽ നമ്മൾ പറയില്ല, തരുണഗണപതിക്ക് 8 കൈകൾ. തരുണഗണപതിക്ക് രോഗങ്ങൾ ശമിക്കാനും വശീകരണ പ്രയോഗത്തിനൊക്കെ വേണം തരുണഗണപതിയെ നമ്മൾ ആരാധിക്കുക. കൈകൾ 8, അഷ്ടഭുജനാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം, അവിടെ ചതുർഭുജത്തിനകത്ത് തരുണഗണപതി ഇല്ല. നമ്മൾ ആദ്യം പറഞ്ഞ ബാലഗണപതിയോട്ടുണ്ട് താനും. ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും ചതുർഭുജനായ അടുത്ത ഗണപതി വരുന്നു, ഭക്തി ഗണപതി വരുന്നു. ഭക്തി ഗണപതി ആണെങ്കിലും മുമുക്ഷുക്കൾക്ക് സാധാരണ നമ്മൾ ആശ്രമങ്ങളിലൊക്കെ അല്ലെങ്കിൽ ലളിതയൊക്കെ നമ്മൾ ശ്രീവിദ്യയൊക്കെ ഉപാസിക്കുമ്പോൾ നമ്മൾ ഭക്തി ഗണപതിയെ നമ്മൾ ഉപാസിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമുക്ഷുക്കൾക്ക് മോക്ഷത്തെ നൽകാൻ, സന്യാസമാർഗം അല്ലെങ്കിൽ അങ്ങനെയുള്ള മാർഗത്തിലൂടെ ചരിക്കുന്നവർക്ക് മോക്ഷത്തെ നൽകാൻ കാര്യസിദ്ധിക്കും നല്ലതാണ്. അവിടെയാണെങ്കിൽ നാളീകേരം, ആമ്രം, കദളി, ഗുഡപായസധാരണം, ശരചന്ദ്രാഭവപുഷ്പം ഭജേ ഭക്തഗണാധിപം. ചതുർഭുജം, നാളികേരം, ആമ്രഫലം, കദളീഫലം, ശർക്കര പായസം മുമുക്ഷുക്കൾക്ക് ഭജിക്കാം. അപ്പോൾ അവിടെ 2ാമത്തെ ഗണപതി വന്നു, ഭക്തി ഗണപതി വന്നു. നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒരു വന്ദന ശ്ലോകത്തിൽ തന്നെ എന്തൊക്കെ ഗൂഢവും ഗോപ്യവുമായതൊക്കെ ആചാര്യന്മാർ ഒളിപ്പിച്ചു വച്ചു. വീരഗണപതി ആണെങ്കിൽ 16 കൈയാണ്, കഴിഞ്ഞു, അവിടെ ഇല്ല. ശത്രുവിനാശനമാണ് ലക്ഷ്യം. 16 കൈകളോട് കൂടിയ ഗണപതിയാണ് വീരഗണപതി. അടുത്ത് വരുന്നുണ്ട് ശക്തി ഗണപതിക്ക് വീണ്ടും 4 കൈകളാണ്. ശക്തി ഗണപതിക്ക് ദ്വിജഗണപതിയുണ്ട്, 4 തല, ചതുർഭുകൻ, വിദ്യാബുദ്ധി ഓർമ്മയ്ക്ക് നമ്മൾ ഭജിക്കുന്ന ദ്വിജഗണപതി വീണ്ടും 4 മുഖനാണ്, 4 കൈകളോട് കൂടിയവനാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ഓരോന്നും ആ ഒരു ഏരിയ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര പറഞ്ഞാലും സിദ്ധി ഗണപതി, ഭക്വചൂത ഫലപുഷ്പമഞ്ജരി ചക്ഷുതൻ ഉദ്യൻ പരശുഹസ്തുതേ നമാം. ശ്രീയോടും സമൃദ്ധിയോടും 4 കൈകളാണ് സിദ്ധി ഗണപതിക്കും. ഒരുപാട് ഗണപതിമാരുടെ ഇതെടുത്ത് കഴിയുമ്പോഴേക്കും 4 കൈകളാണ്. ഇനി 6 കൈകളാണെങ്കിൽ ഉച്ഛിഷ്ട ഗണപതി. ഇനി വിഘ്ന ഗണപതിക്കാണെങ്കിൽ 8 കൈകൾ. ക്ഷിപ്ര ഗണപതി അതേസമയം 4 കൈകൾ.
ദന്തകൽപ്പലതാപാശരത്നകുംഭാങ്കുശോജ്വലം ബന്ധൂകമനീയാഭം ധ്യായേ ക്ഷിപ്രഗണാധിപം ചതുർഭുജൻ കൊമ്പ് കൽപ്പലതാ പാശം തുമ്പിക്കൈ രത്നകുംഭം. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത്, നമ്മൾ ഒരേ നാമവും ഒരേ ഇതും തന്നെ നമ്മൾ പല 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 കോൺസെപ്റ്റുകളിൽ പല പല രീതികളിൽ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഗണപതിയുടെ കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ലളിതാ സഹസ്രനാമത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ലളിത ഹയഗ്രീവ മുനിയും അഗസ്ത്യനും തമ്മിലുള്ള സംവാദ രൂപത്തിൽ ലളിത ഉപാഖ്യാനത്തിന്റെ അനുബന്ധമെന്നോണം, ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം അല്ലേ, ലളിത ഉപാഖ്യാനത്തിന്റെ അനുബന്ധമെന്നോണം ബ്രഹ്മാണ്ഡ പുരാണത്തിൽ കാണുന്ന ലളിതാ സഹസ്രനാമം വശിനി തുടങ്ങിയ വാഗ്ദേവതമാർ രചിച്ചതാണ്. അപ്പോൾ ഹയഗ്രീവനും ഇല്ലേ അഗസ്ത്യനും തമ്മിലുള്ള സംവാദ രൂപത്തിൽ ലളിത ഉപാഖ്യാനത്തിന്റെ അനുബന്ധത്തിൽ, ലളിത ഉപാഖ്യാനമാണ് അപ്പോൾ അവിടെ മെയിനായിട്ട് വരിക, അതിൻ്റെ അനുബന്ധമെന്നോണം ഏതാണ് പുരാണം? ബ്രഹ്മാണ്ഡ പുരാണം. ഏതാ പുരാണം? ബ്രഹ്മാണ്ഡ പുരാണത്തിൽ കാണുന്ന ലളിത സഹസ്രനാമം വശിനി തുടങ്ങിയ വാഗ്ദേവതമാർ രചിച്ചതാണ്. മാത്രമല്ല ലളിത സഹസ്രനാമത്തിൻ്റെ സാഹിത്യ ഭംഗി നമുക്ക് പറയാതിരിക്കാനും പറ്റില്ല. അത്ര കണ്ട് കേമമാണ്, അത്ര കണ്ട് വിശിഷ്ടമാണ് ലളിത സഹസ്രനാമത്തിൻ്റെ സാഹിത്യ ഭംഗിയും. വായിച്ചു പോകുമ്പോൾ ഈ രീതിയിലുള്ള കാവ്യഭംഗിയും. മറ്റ് സഹസ്രനാമങ്ങൾ സ്തോത്രമായി വായിക്കുമ്പോൾ വ്യാസൻ ഉൾപ്പെടെയുള്ള ഋഷികൾ നാമങ്ങളെ വൃത്തബദ്ധമായി ഇണക്കി ചേർക്കാൻ, നമ്മൾ വേറെ ഏത് സഹസ്രനാമം എടുത്ത് നമ്മൾ വായിച്ചാലും അപി ച തുടങ്ങിയ അവയങ്ങൾ, കുറച്ച് ഗ്രാമർ പറഞ്ഞു എന്നേ ഉള്ളൂ, ഈ അപി അല്ലെങ്കിൽ ച തുടങ്ങിയിട്ടുള്ള അവ്യയങ്ങൾ ഇങ്ങനെ ചേർക്കുന്നതായിട്ട് കാണാം. എന്നാൽ അതിദീർഘങ്ങളായ സമസ്ത പദങ്ങൾ ഉൾക്കൊള്ളുന്ന ലളിതാ സഹസ്രനാമത്തിലെ 1000 നാമങ്ങൾ ഗംഗാപ്രവാഹം പോലെയാണ് ഇല്ലേ. അവിടെ അപിയോ ചായോ ഒക്കെ ദുർലഭമാണ്, ഇല്ലെന്ന് തന്നെ പറയാം ഇല്ലേ. അപി ച തുടങ്ങിയിട്ടുള്ള അവ്യയങ്ങൾ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം ഇല്ലേ. അവയെ തൊടുത്തു ചേർക്കാൻ ഒരൊറ്റ നിരർഥക ശബ്ദമോ അവ്യയമോ ഒന്നും ഉപയോഗിച്ച് കാണുന്നേ ഇല്ല ലളിത സഹസ്രനാമത്തിൽ. ലളിത സഹസ്രനാമം ഒരു ഗംഗാപ്രവാഹമാണ്. നമ്മൾ മറ്റേത് സഹസ്രനാമം എടുത്തു നോക്കുകയാണെങ്കിലും അവിടെ അപി ച തുടങ്ങിയിട്ടുള്ള ഇല്ലേ, ഇപ്പോൾ വിഷ്ണു സഹസ്രനാമത്തിലാണെങ്കിൽ ശ്രുത്വാ ധർമാനശേഷേണ പാവനാനി ച, അവിടെ തന്നെ വന്നു ച ഇല്ലേ. അങ്ങനെയുള്ള, എന്നാൽ ലളിത സഹസ്രനാമത്തിൽ അങ്ങനെയുള്ള ഇത് കാണൽ കുറവാണ്, ഇല്ല എന്ന് പറയുന്നില്ല, അങ്ങനെയുള്ളതിൻ്റെ പ്രയോഗം വളരെ ദുർലഭമാണ് എന്ന് പറയാൻ പറ്റുള്ളൂ ഇല്ലേ. അതുപോലെ തന്നെയാണ് വാഗ്ദേവതകൾ മനുഷ്യരായ ഋഷികളും അവതാര പുരുഷനുമാണെങ്കിൽ പോലും എങ്ങനെ അതൊരു മാതൃകയാക്കി വച്ചേക്കുകയാണ്. ലളിത സഹസ്രനാമം ഒരു ഗംഗാപ്രവാഹം പോലൊരു ഒഴുക്കാണ്, അതിനൊരു മാതൃകയാക്കി വച്ചേക്കുകയാണ്. വിഷ്ണു സഹസ്രനാമത്തിൽ വാസുദേവനും പത്മനാഭനും മറ്റും എത്ര തവണയാണ് ആവർത്തിച്ചിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. വാസുദേവനും പത്മനാഭനും എന്ന് പറയുന്ന പേരുകൾ ഒരുപാട് തവണ നമ്മൾ ആവർത്തിച്ചു വരുന്നുണ്ട്. ലളിത സഹസ്രനാമത്തിൽ നമ്മളത് കാണുമ്പോൾ ആവർത്തനം തീരെ ഇല്ലാതാനും, ആവർത്തനമേ ഇല്ല എന്ന് വേണം പറയാൻ ഇല്ലേ. സാക്ഷാൽ ശ്രീ ശങ്കര ഭഗവത് പാദർക്ക് പോലും എന്ത് വേണ്ടി വന്നു, തൻ്റെ ഭാഷ്യത്തിൽ പദത്തെ പലതരത്തിൽ മുറിച്ച് വ്യാഖ്യാനിക്കേണ്ടി വന്നു. എന്നാൽ ലളിത സഹസ്രനാമം നമ്മൾ ശ്രദ്ധിച്ച് ഈ വാസനയിൽ മുന്നിലോട്ട് പോകുമ്പോൾ എൻ്റെ ശ്രദ്ധയിൽ ഇന്ന് വരെ ഒരു പദവും ആവർത്തിച്ചു വന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ദേവിയുടെ ഇത് ആവർത്തനം തീരെ കാണുന്നില്ല. ചിലപ്പോൾ കണ്ടേക്കാം, പാമരനായ എൻ്റെ അറിവിൽ അങ്ങനെ ഒന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നേ പറഞ്ഞുള്ളൂ. മന്ത്രബീജാക്ഷരങ്ങൾ വേർതിരിത്താൽ, നാമങ്ങളിൽ ബന്ധിച്ചിട്ടുള്ള മന്ത്രബീജാക്ഷരങ്ങളെ വേർതിരിച്ച് എടുത്തു കഴിഞ്ഞാൽ ഓരോന്നിൻ്റെ പ്രയോഗം വിവരിക്കാൻ അത്ര എളുപ്പമേ അല്ല. നമ്മൾ ചണ്ഡികാഹോമം പോലുള്ള ഹോമങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇതിൻ്റെ ശരിക്കുള്ള ഞാൻ ഈ നേരത്തെ ഗണപതിയെ പറഞ്ഞതുപോലെ ഈ നാമം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയെ എന്ന ഒരൊറ്റ വന്ദന ശ്ലോകത്തിനുണ്ട് ഏത് ഗണപതിയെയാണ് നമ്മൾ ആവാഹിക്കുന്നതെന്നും ഏത് ഗണപതിയെയാണ് നമ്മൾ സമ്പൂർണ്ണം പൂജ ചെയ്യുന്നതെന്നും ഒക്കെ
അത് ഗുരുമുഖത്ത് നിന്ന് കിട്ടിയ വിദ്യയുടെ ബലത്തിൽ, ജ്ഞാനത്തിൻ്റെ ബലത്തിൽ ആചാര്യനെ അറിയുള്ളൂ, ഇല്ലേ? പലരും ചോദിക്കാറുണ്ട്, തെക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്ന പൂജകൾ നമ്മൾ ചെയ്യുമോ എന്ന് ചോദിക്കാറുണ്ട്. അറിവിന് വേണ്ടി മാത്രം പറയുന്നതാണ്. ആചാര്യസ്വാമികളും ഇല്ലേ ആശ്രമ പരമ്പരയും പറഞ്ഞ അനുസരിച്ച് തെക്ക് ദക്ഷിണാമൂർത്തി സങ്കല്പമാണ്. അത് ദക്ഷിണാമൂർത്തി, നമുക്ക് ഈ കാര്യം അറിഞ്ഞുകൂടെങ്കിൽ, സബ്ജക്റ്റ് അറിഞ്ഞുകൂടെങ്കിൽ നമ്മൾ പറയും എന്താണെന്ന് അറിഞ്ഞൂടാ, തെക്കോട്ട് തിരിഞ്ഞിരുന്ന് പൂജ ചെയ്യുന്നു, അങ്ങനെ പതിവുണ്ടോ? അത് അബദ്ധമല്ലേ എന്ന് പറയും. ആചാര്യസ്വാമികളോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും പിന്നെ ദക്ഷിണാമൂർത്തി പൂജ പിന്നെ എങ്ങോട്ട് തിരിഞ്ഞിരുന്ന് ചെയ്യണോ എന്ന് ചോദിക്കും, ഇല്ലേ? അപ്പോൾ ഈ ഭൂമിയിൽ ഒരു പുൽച്ചെടിയും ഔഷധ ഗുണമില്ലാത്തതായി ഇല്ല. ഒന്നും മറ്റുള്ളതിൻ്റെ ഉപയോഗത്തിനായിട്ടല്ലാതെ ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ അറിവിൻ്റെ പരിമിതി കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെയൊക്കെ നമ്മൾ. അപ്പോൾ വിഷ്ണു സഹസ്രനാമത്തിൽ വസുദേവരും പത്മനാഭനും എത്ര തവണ ആവർത്തിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വിഷ്ണു സഹസ്രനാമത്തിൽ ശ്രീ ശങ്കരന് പോലും തൻ്റെ ഭാഷ്യത്തിൽ പദത്തെ പലതരത്തിൽ മുറിച്ച് വ്യാഖ്യാനിക്കേണ്ടി വരുന്നുണ്ട്. ഇനി ലളിത സഹസ്രനാമം എടുക്കുകയാണെങ്കിൽ 3 ഏകാക്ഷരീ മന്ത്രം, 72 ദ്വയക്ഷരീ മന്ത്രം, ഇതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ ഗുണമാവും. 3 ഏകാക്ഷരീ മന്ത്രം, 72 ദ്വയക്ഷരീ മന്ത്രം, 139 ത്രക്ഷരീ മന്ത്രം, 281 ചതുരക്ഷരീ മന്ത്രം, 120 പഞ്ചാക്ഷരീ മന്ത്രം, 58 ഷഡക്ഷരീ മന്ത്രം, 2 സപ്താക്ഷരീ മന്ത്രം, 240 അഷ്ടാക്ഷരീ മന്ത്രം, 7 ദശാക്ഷരീ മന്ത്രം, 3 ഏകാദശാക്ഷരീ മന്ത്രം, 3 ദ്വാദശാക്ഷരീ മന്ത്രം, 72 ഷോഡശാക്ഷരീ മന്ത്രം. ഇത്രയും ചേർത്താണ് വാഗ്ദേവതകൾ ദേവിയുടെ 1000 നാമങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര കണ്ട് മന്ത്രബദ്ധമാണ് ലളിതാ സഹസ്രനാമം എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്, ഇല്ലേ? ഒരിക്കൽ കൂടി പറയണമെങ്കിൽ അത് പറഞ്ഞു തരാം. ഏകാക്ഷരീ മന്ത്രം, ഏകാക്ഷരം കൊണ്ട് വരുന്ന 3 മന്ത്രങ്ങളും, 72 രണ്ടക്ഷരങ്ങൾ കൊണ്ട് വരുന്ന ദ്വാക്ഷരീ മന്ത്രങ്ങളും, 139 ത്രക്ഷരീ മന്ത്രവും, 281 ചതുർഷക്ഷരീ മന്ത്രവും, 120 പഞ്ചാക്ഷരീ മന്ത്രവും, 58 ഷഡക്ഷരീ മന്ത്രവും, 2 സപ്താക്ഷരീ മന്ത്രവും, 240 അഷ്ടാക്ഷരീ മന്ത്രവും, 7 ദശാക്ഷരീ മന്ത്രവും, 3 ഏകാദശാക്ഷരീ മന്ത്രവും, 3 ദ്വാദശാക്ഷരീ മന്ത്രവും, 72 ഷോഡശാക്ഷരീ മന്ത്രങ്ങളും കൊണ്ട് വാഗ്ദേവതകൾ ദേവിയുടെ നാമങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നു. അതാണ് ലളിത സഹസ്രനാമം. അതുകൊണ്ടാണ് പറയുന്നത് അതത്ര നിസ്സാരമായ കാര്യമോ അത് നമുക്ക് വശമായി വരുന്നതോ ഒന്നുമല്ല. ഇപ്പോൾ ഇതിൻ്റെ കൂടെ, ഇത്രയും നാമങ്ങളുടെ കൂടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ശ്യാമളാ ഷോഡശി, വരാഹി, പിന്നെ ലളിത, ഇത്രയും കൂടെ ചേരുമ്പോഴേക്കും ഇത് വലിയൊരു മാജിക്കൽ ലാൻറ്റേണാണ്. ശ്യാമളാദണ്ഡകം പോലെ, ശ്യാമളാദണ്ഡകം തുടക്കക്കാർക്ക് ഞാൻ എപ്പോഴും ഉപദേശിക്കുന്ന, അല്ലെങ്കിൽ തുടക്കക്കാർക്ക് എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഇതാണ് ശ്യാമളാദണ്ഡകം നമ്മൾ ജപിക്കണം എന്നുള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്യാമളാദണ്ഡകത്തിൻ്റെ ജപം നമുക്ക് തരുന്നത് ഒരു വല്ലാത്തൊരു എന്താ പറയുന്ന അനുഭൂതിയുടെ തലം, ഐശ്വര്യത്തിൻ്റെ തലമാണ്, ഇല്ലേ? അതുപോലെയാണ് ഇപ്പോൾ നമ്മൾ ലളിത സഹസ്രനാമത്തിൽ നമ്മൾ ശ്യാമളാ ഷോഡശി പഠിച്ചതും. ശ്യാമളാ ഷോഡശി പഠിപ്പിച്ചപ്പോൾ ഇല്ലാത്തവർ തൊട്ട് മുമ്പിലത്തെ ദിവസങ്ങളിലെ എപ്പിസോഡുകൾ നോക്കിയാൽ ശ്യാമളാ ഷോഡശി അറിയാം. ലളിതാ പഞ്ചവിംശതി പഠിപ്പിച്ചതും, ലളിതാ പഞ്ചവിംശതി സ്തോത്രത്തെ പഠിപ്പിച്ചതും, അതുകൂടാതെ വരാഹിയെ ദ്വാദശം പഠിപ്പിച്ചതും ഒക്കെ ഈ ലളിത സഹസ്രനാമത്തിലേക്കുള്ള യാത്ര സുഗമമാക്കാനാണ്. ഇനി 1000 നാമങ്ങളുടെയും ആദ്യക്ഷരങ്ങൾ, സ്വരങ്ങളും വ്യഞ്ജനങ്ങളും ഉൾപ്പെടെ 33 അക്ഷരങ്ങളെ കൊണ്ടാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. ആ എന്ന് ആയിൽ ആരംഭിക്കുന്ന 40, ആ 10, ഇതൊക്കെ ആശ്രമത്തിൽ ലളിത സഹസ്രനാമം പഠിപ്പിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ഇപ്പോഴും ബൈഹാർട്ടാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുഞ്ഞായിരിക്കുമ്പം തന്നെ ഇതിങ്ങനെ നമ്മൾ ചൊല്ലിക്കേട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 3 ഏകാക്ഷരീ മന്ത്രങ്ങൾ, ലളിത സഹസ്രനാമം എന്നാൽ ശ്ലോകമായിട്ട് പറഞ്ഞത്, ലളിത സഹസ്രനാമം ചൊന്നുവെന്നാൽ 3 ഏകാക്ഷരികളും 72 ദ്വാദശം, ദ്വയാക്ഷരം, ദ്വാദശമല്ല ദ്വയാക്ഷരം, പിന്നെ 139, 281, 120, 58, 2, പിന്നെ 240, 7, 3,
72 ചേർന്നാൽ വന്നിടും ലളിത സഹസ്രനാമം എന്ന് കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ ചൊല്ലി പഠിച്ചതുകൊണ്ടാണ് നമുക്കത് വ്യക്തമായിട്ട് ഇത്രയുമാണ് ലളിത സഹസ്രനാമത്തിനകത്ത് അടങ്ങിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി ആ ഈ ഉ എടുത്തു കഴിഞ്ഞാൽ 33 അക്ഷരങ്ങളെ കൊണ്ടാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. ഏതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിൽ 40 നാമങ്ങൾ, ആ 10, ഈ 3 നാമം, ഈ 2, ഉ 5 അല്ലേ? അങ്ങനെ നമ്മൾ ചേർന്ന് വരുമ്പോൾ 33,000 നാമങ്ങളുടെ ആദ്യാക്ഷരങ്ങളാണ് പറയുന്നത്. ആദ്യാക്ഷരങ്ങൾ അതുപോലെ തന്നെ എയിൽ 1, ഓയിൽ 2, അമ്മിൽ 4, കായിൽ 81, ഖായിൽ 1, ഗായിൽ 24, ചായിൽ 29, ഛ 1, ജ 19, ഡ 2, ത 46, ദ 37, ധ 14, ന 75, പ 81, ഭ 1, ബ 24, ഭ 37, മ 112, യ 13, ര 38, ല 14, വ 79, ശ 59, ഷ 5, സ 121, ഹ 11, ക്ഷ 9 എന്നിങ്ങനെയാണ് ആദ്യക്ഷരങ്ങളുടെ സ്വരങ്ങളുടെയും വ്യഞ്ജനങ്ങളുടെയും ക്രമം. ആദ്യക്ഷരങ്ങളുടെ സ്വരങ്ങളുടെയും വ്യഞ്ജനങ്ങളുടെയും ക്രമമാണ് ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെയും വരും. ഓം ശ്രീ ലളിതാംബികായേ നമഃ. ഓം ശ്രീ ലളിതാംബികായേ നമഃ. ഓം ശ്രീ ലളിതാംബികായേ നമഃ. ഹയഗ്രീവന്റെയും അഗസ്ത്യരുടെയും സംവാദത്തിന്റെ ഒരു ഭാഗം മാത്രമാകുന്നു ഈ സ്തോത്രം. അപ്പോൾ ഹയഗ്രീവ അഗസ്ത്യ സംവാദത്തിന്റെ ഒരു ഭാഗം മാത്രമാകുന്നു ഈ സ്തോത്രം. ലോകരാഗ ദുഃഖം അനുഭവിക്കുന്നത് കണ്ട് അനുകമ്പാകുലനായ അഗസ്ത്യ മഹർഷി ലോകഹിതത്തിനുള്ള മാർഗം ആരാഞ്ഞ് സഞ്ചരിക്കവേ കാഞ്ചീപുരത്ത് എത്തിച്ചേർന്നു. എവിടെ എത്തിച്ചേർന്നു? കാഞ്ചീപുരത്ത് എത്തിച്ചേർന്നു. ആരെത്തിച്ചേർന്നു? അഗസ്ത്യ മഹർഷി എത്തിച്ചേർന്നു. അവിടെ ഏകാമ്രനാഥനായ ശിവനെയും കാമാക്ഷി ദേവിയെയും പ്രസാദിപ്പിച്ചു അഗസ്ത്യമുനി. അഗസ്ത്യമുനി എങ്ങനെ പ്രസാദിപ്പിച്ചു? നാമജപം കൊണ്ട്. ആരെയൊക്കെ പ്രസാദിപ്പിച്ചു? ശിവഭഗവാനെയും, ഏകാമ്രനാഥനായ ശിവഭഗവാനെയും കാമാക്ഷി ദേവിയെയും പ്രസാദിപ്പിച്ചു. കാമാക്ഷി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തന്നു ഇല്ലേ? ഇന്നലെയോ മനഞ്ഞാന്നോ പറഞ്ഞു തന്നു ഇല്ലേ? കണ്ണിൽ നിന്ന് അക്ഷിയിൽ നിന്ന് ജനിച്ചവൾ എന്നുള്ള അർത്ഥത്തിൽ ഇല്ലേ? പ്രസാദിപ്പിച്ച ലോക നന്മയ്ക്കായി തപസ്സു തുടർന്ന മഹർഷിയുടെ മുന്നിൽ ശംഖം, ചക്രം, അക്ഷമാല, പുസ്തകം എന്നിവ ധരിച്ച് 4 കൈകളോടും ദേഹകാന്തിയും കൊണ്ട് ത്രിലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്നതും കുതിരയുടെ മുഖത്തോടു കൂടിയതുമായ അശ്വമുഖത്തോടു കൂടിയതുമായ വിഷ്ണു പ്രത്യക്ഷനായി. ആര് പ്രത്യക്ഷനായി? വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷനായി. അജ്ഞാനികളായ ലോകരുടെ ദുഃഖമകറ്റാനുള്ള ഉപായത്തെ കുറിച്ച് മഹർഷി അപേക്ഷിച്ചപ്പോൾ അഗസ്ത്യ മഹർഷി പറഞ്ഞു ഇല്ലേ, അശ്വമുഖനായി ഹയഗ്രീവനായി അശ്വത്തിൻ്റെ മുഖത്തോടുകൂടി മഹാവിഷ്ണു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അഗസ്ത്യ മഹർഷി ചോദിച്ചു, ലോകരുടെ ദുഃഖമകറ്റാൻ എന്താണ് വഴി എന്ന് ചോദിച്ചപ്പോൾ, ലോകരുടെ ദുഃഖമകറ്റാനുള്ള വഴിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഭഗവാൻ ലളിതാദേവിയുടെ അവതാരകഥയും ദേവിയുടെ മഹാത്മ്യവും, ഭഗവാൻ ലളിതാദേവിയുടെ ശ്രീ ലളിതാ പരമേശ്വരിയുടെ അവതാരകഥയും മഹാത്മ്യവും, ദേവീ സ്തോത്രങ്ങളും, ശ്രീചക്രത്തിൻ്റെ രൂപവും മഹാത്മ്യവും പൂജാവിധികളും ഒക്കെ ഉൾക്കൊള്ളുന്ന, നമ്മൾ ഏത് ഗ്രന്ഥവുമാവട്ടെ, നമ്മൾ ഹോമങ്ങൾക്ക് പൂജകൾക്ക് ഒക്കെ ആധാരമായിട്ട് നമ്മൾ പലപ്പോഴും എടുക്കുന്നത് ദേവി മഹാത്മ്യം, ലളിത ഉപാഖ്യാനം ഒക്കെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാം പറഞ്ഞു വച്ചിട്ടുണ്ട്, ഒന്നും നമ്മൾ പറയേണ്ടതില്ല. ഭഗവാൻ എന്ത് വേണം, ഭഗവതിക്ക് എന്ത് വേണം എന്നുള്ളത് സർവ്വതും എവിടെ പറഞ്ഞു വച്ചിട്ടുണ്ട്, അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മറ്റൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല, എല്ലാം ഭഗവാനും ഭഗവതിയും തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ രഹസ്യനാമങ്ങൾ ഉപദേശിച്ചു കൊടുക്കാനും മഹർഷി അങ്ങനെ ലളിതോപാഖ്യാനം ഉപദേശിച്ചു. തുടർന്ന് അഗസ്ത്യ മഹർഷിയുടെ അഭ്യർത്ഥനയെ കൊണ്ട് ലോകത്തിൻ്റെ താപങ്ങൾക്ക് സിദ്ധൌഷധമായ ദേവിയുടെ സഹസ്രനാമം, നാമസഹസ്രം ഭഗവാൻ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തു. ലളിതോപാഖ്യാനം പറഞ്ഞു കൊടുത്തിട്ട് അനുബന്ധമായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പം അഗസ്ത്യ മഹർഷി പറഞ്ഞു, ഇത് ഈ ലളിത ഉപാഖ്യാനം കൊണ്ടൊക്കെ ആളുകൾക്ക്, സാമാന്യ ജനത്തിനൊക്കെ വലിയ പാടാണ്. ഹയഗ്രീവസ് ഭഗവാനെ, സ്വാമികളെ എന്താണ് പ്രതിവിധി എന്ന് ചോദിച്ചപ്പോഴേക്കും പറഞ്ഞു, ശരി, ഒരു കാര്യം ചെയ്യൂ, നിനക്ക് ഞാൻ എന്ത് പറഞ്ഞു തരാം, നിനക്ക് ഞാൻ നാമസഹസ്രം പറഞ്ഞു തരാം, സഹസ്രനാമത്തെ നിനക്ക് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് സഹസ്രനാമത്തെ പറഞ്ഞു കൊടുത്തു ഇല്ലേ.
മഹർഷിക്ക് അനുമതി ലഭിച്ചു. വശിനി തുടങ്ങിയ വാഗ്ദേവതകൾ ഇതിൻ്റെ ഋഷികളാണെങ്കിലും നമുക്ക് സാധാരണയായിട്ട് ആശ്രമങ്ങളിൽ നിന്ന് പഠിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ ഗുരുമുഖത്ത് നിന്ന് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലും പറഞ്ഞു തരുമ്പോൾ നമ്മൾ വശിനി തുടങ്ങിയവരാണ് ഇതിൻ്റെ ദേവതകളെങ്കിലും, വാഗ്ദേവതകളാണെങ്കിലും, വശിനി തുടങ്ങിയ വാഗ്ദേവതകൾ ഇതിൻ്റെ ഋഷികളാണെങ്കിലും നമ്മൾ അഗസ്ത്യ ഋഷി പരമ്പരയിലാണ് ഈ മന്ത്രം നമുക്ക് ലഭിച്ചത്. അപ്പോൾ അഗസ്ത്യ ഋഷി പരമ്പരയിൽ നിന്നാണ് നമുക്ക് ഈ മന്ത്രത്തെ ലഭിച്ചതെന്ന് നമ്മൾ അറിയണം. ഈ സ്തോത്രത്തിൻ്റെ പാരായണം കൊണ്ട് എന്താണ് ഫലം എന്ന് പലരും ചോദിക്കാറുണ്ട്. സാറേ, ലളിത സഹസ്രനാമം അല്ലേ, ഞാൻ എപ്പോഴും പറയുന്ന 2 കാര്യമാണ്. 1 എന്ന് പറയുന്നത് ശ്യാമളാ ദണ്ഡകം, 2 എന്ന് പറയുന്നത് ശ്യാമളാ ഷോഡശി, 3 എന്ന് പറയുന്ന ലളിത സഹസ്രനാമം. ഇതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ്. എന്തൊക്കെയാണോ അതൊക്കെ ഇതുകൊണ്ട് നേടാൻ പറ്റും. ഇതുകൊണ്ട് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ് അതിനുള്ള ശരിക്കുള്ള ഉത്തരം. അതിൻ്റെ ശരിയായ ഉത്തരവ് അതാണ് അല്ലേ. മിക്ക ഫലശ്രുതി ചേർന്ന് കാണാം. ലളിത സഹസ്രനാമ സ്തോത്രത്തിന് 3 ഭാഗങ്ങളുണ്ട്. നമ്മളത് പലപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. ലളിത സഹസ്രനാമ സ്തോത്രത്തിന് 3 ഭാഗങ്ങളുണ്ട്. അപ്പോൾ ചോദിക്കും, എവിടെയാണ് സാറേ ഇരിക്കുന്ന ഈ 3 ഭാഗങ്ങൾ എന്ന് പറയുന്നത്? ലളിത സഹസ്രനാമത്തിന് 3 ഭാഗങ്ങളുണ്ട്. പൂർവഭാഗം അഗസ്ത്യ ഹയഗ്രീവ സംവാദം. പൂർവഭാഗം അഗസ്ത്യ ഹയഗ്രീവ സംവാദം. 2ാം ഭാഗം സ്തോത്രം തന്നെയാണ്. ശ്രീമാതാ എന്ന് തുടങ്ങി ലളിതാംബിക എന്ന് അവസാനിക്കുന്ന 1000 നാമങ്ങൾ. ആ നാമം അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് ലളിത സഹസ്രനാമത്തിൻ്റെ ഫലസ്തുതിയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ലളിത സഹസ്രനാമം ജപിച്ചാലുണ്ടാകുന്ന പൂർണ്ണമായ ഫലം എന്ത് എന്നുള്ളതാണ്. അത് നമ്മൾ പറഞ്ഞു. ലളിത സഹസ്രനാമത്തിൻ്റെ തുടക്കം നമ്മൾ പൂർവഭാഗം, അത് കഴിഞ്ഞാൽ പിന്നെ ലളിത സഹസ്രനാമ വ്യാഖ്യാനം, അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഫലശ്രുതി. അപ്പോൾ ഇപ്പോൾ ഈ ഭാഗത്തിൽ നമ്മൾ ഫലശ്രുതി എന്താണെന്ന് പറയുന്നു. അതായത് ഈ സ്തോത്രത്തിന് തുല്യമായ, ലളിത സഹസ്രനാമ സ്തോത്രത്തിന് തുല്യമായ ഒരു സ്തോത്രം ഇനി ഉണ്ടാവുകയില്ല, ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. കൂടാതെ രോഗങ്ങളെ നശിപ്പിക്കാനും സമ്പത്ത് കൈവരുന്നതിനും അപമൃത്യുവിനെ ഒഴിവാക്കുന്നതിനും കാലമൃത്യുവിൻ്റെ നീക്കി ദീർഘായുസ് ഉണ്ടാക്കുന്നതുമാണ് ഈ സ്തോത്രം. വേറെ ഒരു സ്തോത്രത്തിനും അല്ലേ നമ്മൾ ഈ മൃത്യുവിനെ, കാലമൃത്യുവിനെ നീക്കി ദീർഘായുസ് എന്ന് പറഞ്ഞൊരു ഫലം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ ലളിത സഹസ്രനാമത്തിനാകട്ടെ ആ ഒരു ഫലവുമുണ്ട്. അതുകൊണ്ട് തന്നെ സത്സന്താന ഭാഗ്യങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് സത്സന്താനത്തെയും, വിദ്യ ആഗ്രഹിക്കുന്നവർക്ക് വിദ്യയെയും, ജ്ഞാനം ആഗ്രഹിക്കുന്നവർക്ക് ജ്ഞാനത്തെയും, ധനം ആഗ്രഹിക്കുന്നവർക്ക് ധനത്തെയും, എന്താണോ ആഗ്രഹിക്കുന്നത്, എന്താണോ ഉപാസകൻ ആഗ്രഹിക്കുന്നത് നൽകുന്ന കൽപ്പതരുവാണ്, കാമധേനുവാണ് ലളിത സഹസ്രനാമം. 1000 നാമങ്ങളുള്ളതിൽ ഒരെണ്ണം പഠിച്ചാൽ പോലും അതിൻ്റെ ഗുണമുണ്ടാകും. സർവപാപങ്ങളിൽ നിന്ന് മുക്തമാകും. ശ്രീവിദ്യാ മന്ത്രത്തിന് തുല്യമായി മറ്റൊരു മന്ത്രവും നമുക്ക് പറയാനില്ല. ശ്രീവിദ്യാ മന്ത്രത്തിന് തുല്യമായി മറ്റൊരു മന്ത്രവും നമുക്ക് പറയാനില്ല. മറ്റൊന്നും അതിനകത്ത് നമുക്ക് ധാരണയുമല്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നമുക്ക് ബെല്ലടിക്കുന്ന അവിടെയാണെന്ന് തോന്നുന്നു അല്ലേ? അല്ല, ഇവിടെയാണോ? ഒരൊറ്റ മിനിറ്റേ, ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ മതിയോ? ഹരി ഓം. അപ്പോൾ അതിന് തുല്യമായിട്ട് നമുക്ക് മറ്റൊന്നും പറയാനില്ല. ഏറ്റവും സന്തോഷം അത് കരിക്കകം ക്ഷേത്രത്തിൽ നിന്നായിരുന്നു അല്ലേ? അപ്പം ഞാൻ പെട്ടെന്ന് വിചാരിച്ചു അവിടെയാണ് ഫോൺ അടിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ സർവപാപത്തിൽ നിന്ന് ശ്രീവിദ്യാ മന്ത്രത്തിന് തുല്യമായി മറ്റൊന്നുമില്ല. ശ്രീചക്രത്തിന് തുല്യം മറ്റൊരു യന്ത്രമില്ല. അതുപോലെ ശ്രീ ലളിതാംബികയ്ക്ക് തുല്യമായി മറ്റൊരു ദേവതയുമില്ല. ശ്രീവിദ്യാ മന്ത്രത്തിൻ്റെയും ശ്രീചക്രത്തിൻ്റെയും ലളിതാംബികയുടെയും ഐക്യം പ്രതിപാദിക്കുന്ന ലളിത സഹസ്രനാമം പോലെ ശ്രേഷ്ഠമായ മറ്റൊന്നും നമുക്കില്ല തന്നെ എന്നുള്ള തിരിച്ചറിവാണ് ലളിത സഹസ്രനാമം അല്ലേ? അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ഫലശ്രുതി. അപ്പോൾ ഈ ഫലശ്രുതിയും നമ്മൾ ഇന്ന് നേരത്തെ പറഞ്ഞ തത്വങ്ങളും ഒക്കെ ചേർത്ത് വെച്ചിട്ട് ഇന്ന് ലളിത സഹസ്രനാമം കൂടി ജപിച്ച് നമുക്ക് സന്തോഷമായിട്ട് നാളെ ലളിത സഹസ്രനാമത്തിൻ്റെ പൂർവാഖ്യാനം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അങ്ങനെ ലളിത സഹസ്രനാമം നമ്മൾ അറിയുമ്പോൾ നമ്മൾ അതും കൂടി അറിയണം.
എന്താണ് ഹയഗ്രീവനും അഗസ്ത്യ മഹർഷിയും തമ്മിലുള്ള സംവാദം എന്ന് നമ്മൾ അറിയണം അല്ലേ? അശ്വാനന മഹാബുദ്ധേ സർവശാസ്ത്ര വിശാരദ കഥിതം ലളിതാ ദേവ്യാശ്ചരിതം പരമാത്ഭുതം പൂർവം പ്രാദുർഭവോ മാതുസ്തത പട്ടാഭിഷേചനം ഭണ്ഡാസുരവധാശ്ചൈവ വിസ്തരേണ ത്വയോദിതം വർണ്ണിതം ശ്രീപുരം ചാപി മഹാവിഭവവിസ്തരം ശ്രീമത്പഞ്ചദശാക്ഷര്യാ മഹിമാ വർണ്ണതസ്തഥാ ഷോഡാന്യാസോദയോന്യാസാന്യാസഖണ്ഡേ സമീരതാം അന്തര്യാഗക്രമശ്ചൈവ ബഹിര്യാഗക്രമസ്തഥാ മഹായാഗക്രമശ്ചൈവ പൂജാഖണ്ഡേ പ്രകീർത്തതാം പുരശ്ചരണഖണ്ഡേ തു ജപലക്ഷണമിരീതം ഹോമഖണ്ഡേ ത്വയാ പ്രോക്ത ഹോമദ്രവ്യ വിധിക്രമ ചക്രരാജസ്യ വിദ്യായ ശ്രീദേവ്യാ ദേശികാത്മനോ രഹസ്യഖണ്ഡേ താദാത്മ്യം പരസ്പരമുദീരിതം സ്തോത്രഖണ്ഡേ ബഹുവിധ സ്തുതയ പരികീർത്തിതാം മന്ത്രിണീ ദണ്ഡിനീ ദേവ്യാം പ്രോക്തേ നാമ സഹസ്രകേ നതു ശ്രീലളിതാദേവ്യോ പ്രോക്തം നാമ സഹസ്രകം തത്ര മേ സംശയം ജാതോ ഹയഗ്രീവദയാനിധേ കിം വാ ത്വയാ വിസ്മൃതം ത്വജ്ഞാത്വാ വാ സമുപേക്ഷിതം മമ വാ യോഗ്യതാ നാസ്തി ശ്രോതും നാമ സഹസ്രകം കിമർത്ഥം ഭവതാ നോക്തം തത്ര മേ കാരണം വദ എന്ന് പറയുന്ന പൂർവ്വഭാഗമാണ്. അപ്പോൾ ഈ പൂർവ്വഭാഗം നമുക്ക് നാളെ ആയിട്ടോ നമുക്കത് വിസ്തരിച്ചു പറയാം. എന്ന് നമുക്ക് ലളിത സഹസ്രനാമം ജപിക്കാം. ദേവിയുടെ കൃപയ്ക്കായിട്ടുള്ള സഹസ്രനാമം ജപിച്ച് ഓം ശ്രീ നമ ഓം സിന്ദൂരാരുണ വിഗ്രഹം. വളരെ സ്ലോയിൽ പോവാം, അപ്പം കൂടെ ജപിച്ച് വരാൻ പറ്റൂ കേട്ടോ, അല്ലേ? അങ്ങനെ പോരെ, നല്ല പതുക്കെ പോവാം. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലി സ്ഫുരത്താരാ നായകശേഖരാം സ്മിതമുഖീമപീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണരത്നചഷകം രത്നോൽപലം ബിഭ്രതിം സൗമ്യാം രത്നഘടസ്ഥ രക്തചരണാം ധ്യായേത് പരാമംബികാം അരുണാം കരുണാതരംഗിതാക്ഷിം ധൃതപാശാങ്കുശപുഷ്പബാണചാപാമണിമാതിരഭൃതാം മയൂഖൈം രഹമിത്യേവ വിഭാവയേ ഭവാനിം ധ്യായേത് പത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായതാക്ഷിം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസദ്ധേമ പത്മാംബരാംഗിം സർവാലങ്കാരയുക്താം സതതമഭയദാം ഭക്തനമ്രാം ഭവാനിം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പ്രദാത്രിം സകുങ്കുമവിലേപനമാമളികചുംബികകസ്തൂരികാം സമന്ദഹസിദക്ഷണാൽ സശരജാപപാശാങ്കുശാമശേഷജനമഹർണ മോഹിനി അരുണമാല്യഭൂഷാംബരാം ജപാകുസുമഭാസുരൗ ജപവിധൗ സ്മരേദംബികാം ലം പൃഥ്വാത്മികായേ ഗന്ധം സമർപ്പയാമി ഹം ആകാശാത്മികായേ പുഷ്പൈ പൂജയാമി വം യം വായാത്മികായേ ധൂപമാഘ്രാപയാമി രം അഗ്നാത്മികായ ദീപം ദർശയാമി വം അമൃതാത്മികായ അമൃതമഹാനിവേദ്യം നിവേദയാമി സം സർവാത്മികായേ സർവോപചാരപൂജാം സമർപ്പയാമി. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത്സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യുതാം ഉദ്യുദ്ഭാനുസഹസ്രാഭാ ചതുർബാഹു സമന്വിത രാഗസ്വരൂപപാചാഢ്യ ക്രോധകാരാങ്കുശോജ്വലാം മനോരൂപേഷു കോദണ്ഡ പഞ്ചതന്മാത്രസായക നിജാരുണ പ്രഭപൂരമജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല ചമ്പകാശോകപുന്നാഗ സൗഗന്ധിക കുലലസത്കജ കുരുവിന്ദമണിശ്രേണി കനത്കോടീരമണ്ഡിത അഷ്ടമീ ചന്ദ്രവിഭ്രാജ ദളിതസ്ഥല ശോഭിത മുഖചന്ദ്രകളങ്കാഭമൃഗനാഭിവിശേഷക പദനസ്മരമാംഗല്യ ഗൃഹതോരണ ചുല്ലിക വക്രലക്ഷ്മീ പരിവാഹ ചലന്നീഭിനാഭലോചന നവചമ്പക പുഷ്പാഭവാസാദണ്ഡ വിരാജിത താരാകാന്തി തിരസ്കാരിണ സഭരണ ഭാസുര കദംബ മഞ്ജരി
ക്ലിപ്തകർണപൂർവമനോഹരാതാടങ്കയുഗളിഭൂതത്തപനോടുപമണ്ഡല പത്മരാഗശിലാദർശ പരിഭാവികപോലഭൂവിനവവിദ്രവബിംബശ്രീനയക്കാരീരദനച്ഛതാം ശുദ്ധവിദ്യാങ്കുരാങ്കാരാദ്വജ പങ്ക്തിതയോജ്വലാം कर्पूरवीडिगामोदासमाकर्षदिगन्धरां निजसल्लापमाधुर्य विनर्भचित गच्छपि मन्दस्मितप्रभापूरमज्ज कामेश मनसा अनाकलितसादृश चिबुगश्रीविराजिता कामेशबद्धमङ्गल्यसूत्रशोभितगन्धरा कनकाङ्गदकेयूरकमनीयभुजान्विता रत्नग्रैवेयचिन्ताकलोलमुक्ता फलान्विता कामेश्वर प्रेमरत्नमणिप्रतिवनस्तने नाभ्यालवालरोमालिं लता फलकुजद्वयं लक्षरोमलताधरदा सामुन्नेय मध्यमास्तनभारतलन्मध्या पट्टबन्धवलित्रय अरुणारुणकौसुम्भवस्रभास्वत्कडीतडी रत्नकिङ्गिणी कार्यम्यरशनादामभूषिता कामेशन्यादसौभाग्यमार्दवोरुद्वयान्विता माणिक्यमगुडाकारजानुद्वय विराजिता इन्द्रगोपरिक्षिप्तस्मरतुना भजङ्गिका गूढगुल्फा कुर्मपृष्ठजिष्णुप्रपदान्विता नखदीति सञ्जननमञ्जनतमो गुणापतद्वये प्रभाजालपराकृतसरोरुहा शिज्ञानमणिमञ्जीरमण्डितश्रीपदाम्बुजा मराळी मन्दगमना महालावण्य शिवती सर्वारुण अनवद्याङ्गी सर्वाभरणभूषिता शिवा कामेश्वरङ्गस्थ शिवा स्वाधीनवल्लभा सुमेरुमध्यशृङ्गस्था श्रीमन्नगरनायिका चिन्तामणिगृहन्तस्था पञ्चब्रह्मासनस्थिता महापद्माटवीं संस्था कदम्बवनवासिनी सुधासागरमध्यस्था कामाक्षी कामदायिनी देवर्षिगणसङ्घातस्तूयमानात्मवैभवा भण्डासुरवधोद्युक्तशक्तिसेन समन्विता सम्पत्करि समारूढ सिन्धुरव्रजस्सेविदाश्वारूढाधिष्ठिताश्वकोटिकोटिभिरावृता चक्रराजरधारूढ सर्वायुधपरिष्कृता गेयचक्ररधारूढ वन्द्रणी परिसेविता किरीचक्रिरधारूढ दण्डनाथ पुरस्कृता ज्वालामालिङ्गाक्षिं भग्निप्रकारमध्यगाम् भण्डसैन्यवधोद्युक्तबालविक्रमविहर्षिता नित्यपराक्रमोडवनिरीक्षणसमुत्सगा भण्डपुत्रवधोद्युक्तबालविक्रमनन्दिता मन्द्रण्यम्बा विरचितविशङ्गवददोषिता विशुक्रप्राणहरणवराही वीर्यनन्दिता कामेश्वरमुखालोका कल्पितश्रीगणेश्वर महागणेश नर्भिन्नविघ्नेन्द्रप्रहर्षित भण्डासुरेद कराङ्गुलीनखोल्पन्न नारायण दशाकृति महापाशुपदास्त्राग्निनर्धासुर सैनिका कामेश्वरास्त्रनर्दग्ध सुरञ्जनसुरशून्यका ब्रह्मोपेन्द्र महेन्द्रादिदेव संसुत वैभव हरनेत्राग्निसंदग्ध कामसञ्जीवनौषधि श्रीमद्वाङ्भवगुडैक स्वरूपमुखवङ्गजाम् कटान्तकटिपर्यन्तमध्यगूढस्वरूपिणी शक्तिकूटे गतापन्याकट्यभोगधारिणी मूलमन्त्रात्मिका मूलगूढत्रयकलयपराकुलामृतेरसिककुलसङ्केतपालिनी कुलाङ्गनकुलान्तस्तकौलिनी कुलयोगिनी कुलासमयान्तस्तसमया शरदत्परा मूलाधारेकनिलय ब्रह्मग्रन्थिवेदिनी विष्णुग्रन्थिवेदिनी आज्ञाचक्रान्तरालस्तरुद्रग्रन्थि विभेदिनी सहस्रारां पूजारूढा सुधासाराभिवर्षिणी तटिलता समृद्धि षट्चक्रोपरि संस्थिता महाशक्तिकुण्डलिनी विसुतन्तुदनीयसि भवानी भावगम्य भावारण्य उडारिक भद्रप्रिय भक्तमूर्तिभक्त सौभाग्यदायिनी भक्तिप्रिय भक्तिगम्य भक्तिवश्य भयावह शाम्भवी शारदाराध्यां शर्वाणी शर्मदायिनी शाङ्गरी श्रीगरी साध्वी शरचन्द्र निभानना शादोदरी शान्तिमती निराधार निरञ्जना निर्लेपा निर्मला नित्या निराकार निराकुला निर्गुणा निष्कला शान्ता निष्कामा निर्विप्लवा नित्यभुक्ता निर्विकारा निष्प्रपञ्च निराश्रया नित्यशुद्धा नित्यबुद्धा निर्मद्य निरन्तरा निष्कारणा निष्कलङ्गा निरिबाधर निरीश्वर निराकारागमधनी नर्मदा मदनाशिनी निश्चिन्ता निरहङ्कार निर्मोहमोहनाशिनी निर्ममामदाहन्त्री निष्पापपापनाशिनी निष्क्रोधक्रोधशमिनी निर्लोभलोभनाशिनी निसंशय संशयग्नि निर्भवा भवनाशिनी निर्विकल्प निराबाधा निर्भेदा भेदनाशिनी निर्निशा मृत्युन्मदनि निष्क्रिया निष्परिग्रहा निस्तुला निरजुगुरा निरापाय निरत्यया दुर्लभा दुर्गमा दुर्गा दुःखहन्त्री सुखप्रदा दुष्टदुराचार शमिनी दोषवर्जिता सर्वज्ञ सान्द्रकरुण समानाधिकवर्जिता सर्वशक्तिमयी सर्वमङ्गला सद्गतिप्रदा सर्वेश्वरी सर्वमयी सर्वमन्त्रस्वरूपिणी सर्वयन्त्रात्मिका सर्वतन्त्रस्वरूपा मनोन्मणिमहेशि महादेवी महालक्ष्मी मृडप्रिया महारूप महापूज्य महापादकनाशिनी महामाय महासत्व महाशक्तिर्महारथि महाभोग महेश्वरी महावीर्य महाबल महाबुद्धिर्महाशक्ति महावीर्य महाबलो महाबुद्धिर्महासिद्धिर्महायोगीश्वरेश्वरी महातंत्र महामंत्र महायंत्र महासन महायगक्रमाराध्य महाभैरव पूजिता महेश्वर महाकल्प महादानव साक्षिणी महाकामेश महर्षि महात्रिपुर सुंदरी चतुष्षष्टि वज्राढ्य चतुष्षष्टि कलामयी महाचतुष्षष्टि कोटि योगिनी गणसेविता मन विद्याचंद्र विद्याचार्य मंडल राजर जगन्नाथ चक्रराज निकेतन पार्वती पद्मनयना पद्मनयना पद्मराग समप्रभा पंच प्रेतासन सिन पंच ब्रह्मस्वरूपिणी चिन्मयी परमानंद विज्ञान घन रूपिणी ध्यान ध्यातृथेरुव धर्मा वर्जिता विश्वरूप जागरणी सुवंदिता सात्विका तुर्या सर्वावस्थवर्जिता सृष्टिकर्तृब्रह्मरूपा गोवित्री गोविंदरूपिणी संहारिणी रुद्ररूप तिरोधरकरीश्वरी सदाशिवानुग्रहता पंचकृत्यपरायण
മണ്ഡല മധ്യസ്ഥ ഭൈരവി ഭഗമാലിനി പത്മാസന ഭഗവതി പത്മനാഭ സഹോദരി ഉന്മേഷ നിമിഷോൽപ്പന്നം വനംബനാവലയ സഹസ്രശീർഷവദന സഹസാക്ഷി സഹസ്രപാദ ബ്രഹ്മകിടജന്യ വർണ്ണാശ്രമവിധാന നിജ്ഞാന രൂപ നിഗമാപുണ്യവ്രത ശ്രുതി സീമന്ത സിന്ദൂരീകൃത പദാബ്ജദൂരിക സകലാഗമ സന്തോഷ ശുക്തി സംഭ്രമുക്തിക പുരുഷാർത്ഥപ്രദ പൂർണ്ണ ഭോഗിനി ഭുവനേശ്വരി അംബികാനാഥന ധന ഹരിബ്രഹ്മേന്ദ്ര സേവിത നാരായണ നാദരൂപ നാമരൂപ വർജിത ഹ്രീങ്കരി ഹ്രീമതി ഹൃദയ ഹേയോ വദേ വർജിത രാജരാജാർജിത രാജ്യ രമ്യ രാജീവ രോജനാരഞ്ജനി രമണി രചരണത് കങ്കിണി മഹല രമ രാഗേന്ദ്രവദരൂപ രതിപ്രിയ രക്ഷാകരി രാക്ഷസകരി രാമ രമണ ദമ്പളാകാമ്യ കാമകലാരൂപ കദംബകുസുമപ്രിയ കല്യാണി ജഗദീകന്ത കരുണ രസസാഗര കലാവതി കലാലാപകാന്ത കാദംബരി പ്രിയ വരദാവാമ നയനവാരണി മത വിഹുല വിശ്വാധിക വേദ്യ വിദ്യ വിദ്യാജല നിവാസിനി വിധാത്രി വേദജന്യ വിഷ്ണുമായ വിലാസിനി ക്ഷേത്ര രൂപ ക്ഷേത്രേശി ക്ഷേത്ര ക്ഷേത്രജ്ഞപാലിനി ക്ഷേപ്രതി വിനിർമുക്ത ക്ഷേത്രപാല സമർച്ചിത വിജയ വിമല വന്ദ്യ വന്ദാരുജന വത്സല വാഗ്വാദ്രി വാമകേശി ഭഗ്നി മണ്ഡലവാസിനി ഭക്തിമത് കൽപ്പലതിക പശുഭാഷ വിമോചനി സംഹൃത ശേഷഭാഷണ്ട സദാചാര പ്രവർത്തിക താപത്രയത്ന സമാഹ്ലാദന ചന്ദ്രിക തരുണി തപസാരധ്യ തനുപദ്യ തപോവഹ ചിതിപചിതി സത്പദലക്ഷാർത്ഥജിതേകരസ്വരൂപിണി സ്വാത്മാനന്ദ വിഭൂത ബ്രഹ്മാനന്ദ സന്തതി പരാവൃത്തിക്ഷിതി രൂപ പശ്യതി പരദേവത മധ്യമ വൈഖരി രൂപ ഭക്തമാനസ ഹംസിക കാമേശ്വര പ്രാണനാടികൃതജ്ഞ കാമപൂജിത ശൃംഗാര സമ്പൂർണ്ണ ജയാജാലന്ധര സ്ഥിത ഉഡ്യാണ പീഡനലേ ബിന്ദുമണ്ഡലവാസിനി രഹോ യോഗക്രമാരാധ്യ രഹസ്തർപ്പണ തർപ്പിത സദ്യപ്രസാദിനി വിശ്വസാക്ഷിണി സാക്ഷിവർജിത ഷഡംഗദേവത യുക്ത ഷഡ്ഗുണ്യ പരിപൂരിത നിത്യക്ലിന്ന നിരുപമ നിർവാണ സുഖദായിനി നിത്യ ഷോഡശികാരൂപ ശ്രീകണ്ഠാർത്ഥ ശരീരണി പ്രഭാവതി പ്രഭാരൂപ പ്രസിദ്ധ പരമേശ്വരി മൂലപ്രകൃതിര വ്യക്ത വ്യക്തസ്വരൂപിണി വ്യാപിനി വിവിധാകാര വിദ്യ വിദ്യസ്വരൂപിണി മഹാകാമേശനയന കുമുദാഹ്ലാദകൗമുദി ഭക്തഹാർദതമോദ്ഭേദ സന്തതി ശിവദൂതി ശിവാരാധ്യ ശിവമൂർത്തി ശിവങ്കരി ശിവപരാ ശിവപ്രിയ ശിവപരാ ശിഷ്ടേഷ്ടാശിഷ്ടപൂജിത പ്രമേയ സുപ്രകാശ മനോവാച മഗോജര ചിശക്തി ചേതന രൂപ ജഡശക്തിർജടാത്മിക ഗായത്രി വ്യാകൃതി സന്ധ്യാദ്വജ വൃന്ദ നിഷേവിത തത്വാസന തത്വമയി പഞ്ചകോശാന്തരസ്ഥിത നിസീമ മഹിമാ നിത്യേവ നാമദശാലിനി മദഘൂർണിത രക്താക്ഷി മദപാടലകണ്ഠഭു ചന്ദനദ്രവിദ്ധാംഗിജാംബേ കുസുമപ്രിയ കുശല കോമളാകാര ഗുരുകുല കുലേശ്വരി കുലകുണ്ടായ കൗളമാർഗ തത്പര സേവത സേവിത കുമാരഗണനാഥാം തുഷ്ടിം പുഷ്ടിം മതേന്ദ്രതിം ശാന്തിം സ്വസ്തിമതിം കാന്തർ നന്ദിനി വിഘ്നശാന്തിനി തേജോ പതിത്രനയന ലോലാക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മാതാമലയാ ജലനിവാസിനി സുമുഖി നളിനി സുബ്രശോഭന സുരനായിക കാളകണ്ഠി കാന്തിമതി ക്ഷോഭിണി സൂക്ഷ്മരൂപിണി വജ്രേശ്വരി വാമദേവായ വസ്തവർജിത സിദ്ധേശ്വരി സിദ്ധഭദ്ര സിദ്ധമാത യശസ്വരി വിശുദ്ധ ചക്ര നിലയ രക്തവർണ്ണ ത്രിലോചന ഖഡ്വാംഗാനൈ പ്രധാനാവനൈക സമന്വിതാവായ സന്നപ്രിയ ത്വക്സ്ത പശുലോക ഭയങ്കരി അമൃതാദി മഹാശക്തി സമൃത ഡാഗിനീശ്വരി അനഹാദബ്ജ നിലയ ശ്യാമാഭാവതനദ്വയ ദ്രംഷ്ട്രോജ്വല അക്ഷമാലാദിധര രുധിര സംസ്ഥിത കാളരാത്ര്യാദി ശക്തിയോഘവൃത സ്നിഗ്ധൗദനപ്രിയ മഹാവീരേന്ദ്രവരദ രാഗിന്യംബ സ്വരൂപിണി മണിപൂരാബ്ജ നിലയ വദനത്രയ സംയുത വജ്രകായുധോ വേദ ഡാമനയ ദിവ്യവൃത രക്തവർണ്ണ മാംസനിഷ്ഠ ഗുഡാന്നപ്രീതമാനസ സമസ്ത ഭക്ത സുഖദ സാഗിന്യംബ സ്വരൂപിണി സ്വാദിഷ്ടാനാംബുജഗതാം ചതുർവക്ത്ര മനോഹര ശൂലാദ്യൈത സമ്പന്ന പീതവർണാദിഗർവിത വേദാനിഷ്ഠ മതപ്രീത ബന്ധിന്യാദി സമന്വിതാധ്യാസനാസക്ത ഹൃദയ കാകിനി രൂപധാരിണി മൂലാധാരാംബുജാരൂഢ പഞ്ചവക്രാസ്തി സംസ്ഥിത അങ്കുശാദി പ്രഹരണ വരദാദി നിഷേവിത മുഗ്ധൗദന സക്തചിത്ത സാഗിന്യംബ സ്വരൂപിണി ആജ്ഞാചക്രാബ്ജന്ദനേ ശുക്ലവർണ ഷടാനന മജ സംസ്ഥ ഹംസവതി മുഖ്യ ശക്തി സമന്വിത ഹരിദ്ര സന്നികരിക ഹാഗിനി രൂപധാരിണി സഹസ്രല പത്മസ്ഥാം സർവവർണോപശോഭിത സർവായുധര ശുക്ല സംസ്ഥിത സർവതോമുഖ്യ സർവോദന പ്രീതജിത സാഗിന്യംബ സ്വരൂപിണി സ്വാഹ സുധാ മതർമേധ സ്മൃതി സുധനോത്തമ പുണ്യകൃതി പുണ്യലഭ്യ പുണ്യശ്രവണകീർത്തന പുലോമജാർച്ചിത ബന്ധമോജിനി ബർബരാളകാം വിമർശരൂപിണി വിദ്യാഭ്യതാദി ജഗത്പ്രസു സർവ്വവ്യാധി പ്രശമനി സർവമൃത്യു നിവാരണി അഗ്രഗണ്യ ജന്യരൂപകലകലമശനാശിനി കാർത്യായനി കാലഹന്തി കമലാക്ഷ നിഷേവിത താംബൂലപൂരിതമുഖ്യേതാടിമീ കുസുമപ്രിയ മൃഗാക്ഷി മോഹിനി മുഖ്യമൃഡാനിമിത്ര രൂപിണി നിത്യതൃപ്ത നിഭക്തി നിഗന്ധരി നിഗ്ലേശ്വരി മൈത്രാദിവസന ലഭ്യ മഹാപ്രളയ സാക്ഷി പരാശക്തി പരാനിഷ്ട പ്രജ്ഞാനഘന രൂപിണി മാധ്യമനാലസമത മാതൃകാവർണ്ണ രൂപിണി മഹാകൈലാസ നിലയ മൃണാൾ അമൃതലോർലത മഹനീയ ദയാമൂർത്തി മഹാസാമ്രാജ്യചാലിനി ആത്മവിദ്യ മഹാവിദ്യ ശ്രീ വിദ്യാകാമസേവിത ശ്രീ ഷോഡാക്ഷരി വിദ്യാ ത്രികുട കാമകോടിക കടാക്ഷകിങ്കരീ ഭൂത കമലാകോടി സേവിത ശിരസ്ഥിത ചന്ദ്രനിഭ പാലസ്തേന്ദ്രധന പ്രഭാ ഹൃദയസ്തര വിപ്രഖ്യ ത്രികോണാന്തര ദീപിക ദാക്ഷായണ ദൈത്യേന്ദ്ര ദക്ഷൈത്യ വിനാശൻ ധരോന്തളിത ദീർഘാക്ഷിധര സുജ്വലന്മുഖി ഗുരുമൂർത്തി ഗുണനിധർ ഗോമാത ഗുഹജന്മഭൂ ദേവേശി ദണ്ഡനിധിസ്ഥാധരാകാശരൂപിണി പ്രതിപന്മുഖ്യരാഗാന്തി മണ്ഡലപൂജിത കലാത്മിക കലാനാവാകവേലാപ വിനോദിനി സജാമരവാണി സവ്യദക്ഷണ സേവിത ആദിശക്തി അമേ ആത്മ്യ പരമപാവനാകൃതി അനേക കോടി ബ്രഹ്മാണ്ഡ ജന്യ ദിവ്യ വിഗ്രഹ ക്ലിംഗരി കേവല ഗുഹ്യ കൈവല്യപദായിനി ത്രിപുരാത്രി ജഗദന്താത്രമൂർത്തി ശ്രുതേശ്വരി ത്രക്ഷരി ദിവ്യഗന്ധാഢ്യ സിന്ദൂരതലകാഞ്ചിത ഉമാ ശൈലേന്ദ്രതനയ ഗൗരി ഗന്ധർവ സേവിത വിശ്വഗർഭ സ്വർണഗർഭ വരദ വാഗദീശ്വരി ധനഗമ്യ ധ്യാനഗമ്യ പരിചേദ്യ ജ്ഞാനദ ജ്ഞാനവിഗ്രഹ സർവവേദാന്ത സംവേദ സത്യാനന്ദ സ്വരൂപിണി ലോപമുദ്രാർച്ചിത ലീല
ब्रह्मांड मंडला दृश्य दृश्य रहित विज्ञात्री वेद्यवर्जिता योगिनी योगदा योग्या योगानंद युगंधरा इच्छाशक्ति ज्ञानशक्ति क्रियाशक्ति स्वरूपिणी सर्वाधारा सुप्रतिष्ठा सहस्रद्रूपधारिणी अष्टमूर्ति रजाजैत्र लोहयात्र विदायिनी एकागिनी भ्रूमरूपांतर द्वैता द्वैतवर्जिता अन्नदा वसुधा वरदा ब्रह्मात्मक स्वरूपिणी बृहदी ब्रह्मणी ब्रह्मी ब्रह्मानंद बलप्रिया भाषा रूप बृहत्सेन भाव भाव वर्जिता सुखाराध्य शुभगिरी शोभना सुलभा गतिम राजराजेश्वरी राजदायिनी राज्यवल्लभा राजकृत राजकृपा राजपीठ निवेशदा सुधा राजलक्ष्मी कौशनाथ जदरंग बलेश्वरी रामराजदायिनी सत्यसंध सागर मेघला दीक्षितमणि सर्वलोक वशंकरी सर्वदात्री सावित्री सच्चिदानंद स्वरूपिणी दर्शकाल परिच्छिन्न सर्वगा सर्वमोहिनी सरस्वती शास्त्रमयी गुहांबा गुह्य रूपिणी सर्वोपाधि विनिर्मुक्त सदाशिवपतिव्रता संप्रदेश्वरी साधि गुरुमंडल रूपिणी कुलोदीर्ण भगाराध्य माया मधुमही मही गुणांबा गुह्यकाराध्य कोमलांगी गुरुप्रिया स्वतंत्र सर्वतंत्रैषी दक्षिणामूर्ति रूपिणी जनकादि समाराध्य शिवज्ञान प्रदायिनी चित्कलानंद कलिका प्रेम रूप प्रियंकरी धाम परायण प्रेतानंद विद्या विद्या जगदष्टान मुक्ति रूपिणी लास्य प्रिय लेकर लज्जा भाव सुधावष्टि भावरण्यदवनल्लाम दौर्भाग्य दुलाचारेन्द्र विप्रभाग्येन्द्र भक्त गणगणवरोगवर्वदंबोलि वृत्तधारि गुडारिक महेश्वरी महाकाली महाग्रस महाजनापर्णा चंडिका चंडमुंडासुर निषोधिनी साक्षात्मिका सर्वेशी विश्वधारी त्रिवर्गदात्री सुभगा त्रंबका त्रिकोणात्मिका स्वर्गा स्वर्गा भवर्गदा शुद्धा जपा पुष्पनिपाकृति ओजवदिरा यज्ञरूप प्रेमदा दुराराध्य दुरादर्श पाटले कुसुम प्रिय माधि मेरे मंदार कुसुम प्रिय विराराध्य विरारोप विरजा विश्वतोमुखी प्रत्येक रूप पराकाश प्राणद प्राणरूपिणी मातांड भैरवराध्य मंत्र निस्सराजतु त्रिपुरेशी जयसेन त्रैगुण्यवरापर सत्यज्ञानानंद रूप समरस्य परायण वर्धिनी कला माला कामदुःखरूपिणी कलानिधि कविकला रसज्ञ रसजवती पुष्टापराधरा पूज्य पुष्टका पुष्करेक्षणा परम ज्योति परम धाम परमाणु परवत्पर भाषास्तवाचांद्र परमंत्र विभेदिनी मूर्तामूर्त नित्यतमयमान सांसिका सत्यव्रत सत्यरूप सर्वांतर्यामिनी सदी ब्रह्माणि ब्रह्मजन्य बहुरूप अवतारसित प्रसोत्रिय प्रजज्ञा प्रतिष्ठा प्रकटाकृतिं प्राणेश्वरी प्रणदात्रि पंचशरत पेडरूपिणी विसृंखला विवेक्तस्थ विरमादा वियत्प्रसूं मुकुंदा मुक्ति निलया मूल विग्रह रूपिणी भवज्ञमवरोगग्नि भवचक्र प्रवर्तिनी छंदसार शास्त्र सार मंत्र सार तरोदरी उदार कृतरुद्वैभवा वर्ण विग्रह उदार कीर्तिरुद्वैभवा वर्णरूपिणी जन्म मृत्युजरा तप्तजन विश्रांतिदायिनी सर्वोपनिषत्कृष्टा शांति अतीत कलात्मिका गंभीर गगनान्तस्था गर्भता गानलोलुपा कल्पना रहिता काष्ठा कांता कांतार्थ विग्रह कार्यकारण धर्मुक्त कामकेलितरंगित कनक कनकदाडंग लीला विग्रहधर्णी जाजाक्षेवनुमूर्ता मुक्त शुभ्रप्रसारी अंतर्मुख समाराध्य बहिर्मुख सुदर्लभा त्रयी त्रिवर्ग त्रयत्रस्ता त्रिपुरमालिनी रामायण आलंबा स्वात्मा राम सुताश्रुतिं संसार भंगधर्मज्ञ समुद्धरण मंडिता यज्ञ प्रियज्ञ त्रयजमान स्वरूपिणी धर्माधार धनाध्यक्ष धनधान्यवर्धिनी विप्रप्रिय विश्वरूप विश्वब्रह्मणगारण विश्वग्रास विद्रुमा भवैष्णव विष्णुरूपिणी आर्योदरियो कुटस्थ कुलरूपिणी वीरगोष्ठी प्रिय वीर नैष्कर्म नांदरूपिणी विज्ञान नागल्य वैधव वैधवासना तत्वाधिक तत्वमयी तत्वर्थ स्वरूपिणी समगान प्रिया सौम्या सदाशिव कुटुंबी सव्यमावन मार्गस्थ सर्वापत्निवारिणी स्वस्थ स्वभाव मधुरा धीर समर्चिता चैतन्यार्क समाराध्य चैतन्य कुसुम प्रिया सदोदित सदा दुष्ट तारुणाद्य पाटला दक्षिणाराध्य रश्मिर मुखामुजा कौलिनी कैवला नर्के कैवल्य वदायिनी स्तोत्र प्रिय सुदिमय श्रुति संस्व वैभव मनस्विनी मानवदि महेश मंगलाकृति विश्वमाता जगद्धात्री विशालाक्षि विरागिणी प्रकल्प परमोदार परमोदमनो मयि व्योमकेशी वानस्थ वज्रिणी व्योमकेश्वरी पंचयज्ञ प्रिय वज प्रेतमजा चैनी पंचमी पंचभूतेश पंचदंक्यो वजान शाश्वते शाश्वते श्री शर्मदा चंबो मोहिनी धराधर सुधा धन्य धर्मिणी धर्मवर्धिनी लोकातीत गुणातीत सर्वातीत समात्मिका बंधु सुप्रख्य बालालीलवनंद सुमंगली सूर्य सुवेशाढ्य सुवासिनी सुवास्यर्चन प्रीता शोभना शुद्ध मानस बंधु अर्पण दुष्ट पूर्वजा त्रिपुरांबिका दशमुद्र समाराध्या श्री त्रिपुरा श्री शिवंगरी ज्ञानमूर्ति ज्ञानगम्य ज्ञानये स्वरूपिणी योनि मुद्रा त्रिकंडेशी त्रिगुणांबा त्रिगुणगा नगा ध्वजार्थ प्रदायिनी अभ्यासादि यज्ञादि षड्वादि रूपिणी अव्याज कर्णामूर्ति अज्ञान ध्वंद दीपिका बालगोपविदा सर्वानुलंघ्य शासना श्री चक्र राज निलया श्रीमत् त्रिपुर सुंदरी श्री शिवा शिवशक्ति रूपिणी ललितांबिका ओम श्री ललितांबिकाये नमः ओम श्री ललितांबिकाये नमः ओम श्री ललितांबिकाये नमः हरे राम 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 हरे 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 कृष्ण 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 हरे 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 देवी 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 हरे 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 माया 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 हरे हरे അൻപത്തൊന്നക്ഷരാളി കരുതല്ലേ വേദമാകുന്ന ശാഖി കൊമ്പത്തൻപടുപൂക്കും കുസുമതതിയിലെന്തുന്ന പൂന്തേൻ കുഴമ്പേ ചമ്പൽത്താർ പാടനമ്പ പ്രശമന സുഹൃത്തോ പാത്തലക്ഷ്മി അമ്പത്തെ കുമ്പിടുന്തേൻ കടരണ മലയാധീശ്വരി വിശ്വനാഥേ ഓം
ആരതി 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 ഓം ആരതി 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 ഓം ആരതി 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 അരതി ആരതി ആരതി ഓം ആരതി 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 ഓം ആരതി 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 ഓം. സർവഭാഗ്യങ്ങളും സർവ ഐശ്വര്യങ്ങളും ദേവി ജഗദമ്പ തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരി 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 ബോൾ രാധേ 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 ശ്യാം സത് ശ്രീ അകാൽ. പ്രേമത്തോടെ ആനന്ദത്തോടെ സർവഭാഗ്യങ്ങളും ഭഗവതി തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരി ഓം. അപ്പോൾ നാളെ ലളിത സഹസ്രനാമത്തിൻ്റെ പൂർവ്വഭാഗം ഇല്ലേ, നമുക്ക് ആദ്യ ഭാഗം നമുക്ക് പഠിക്കാം. ഹരി ഓം.